ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭാരതാംബയെ അധിക്ഷേപിച്ച തുമ്പ VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദിന്റെ മുൻകാല പോസ്റ്റുകളും വിവാദത്തിൽ. സർവീസ് ചട്ടം മറികടന്ന പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രമോദ് വിമർശിച്ചിരുന്നു. ഇടത് സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനായ പ്രമോദിനെതിരെ വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ജനം TV വാർത്തയിലൂടെയാണ് പ്രമോദിന്റെ രാജ്യവിരുദ്ധ പരാമർശം പുറം ലോകം അറിഞ്ഞത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചെയ്തിരുന്നു. പ്രശാന്ത്, ജനം TVയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് എന്ന് മാത്രമല്ല, ഈ VSSC ഉദ്യോഗസ്ഥൻ GR പ്രമോദ് മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള സമാന സ്വഭാവമുള്ള പോസ്റ്റുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഫേസ്ബുക്കിലൂടെ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർവീസ് ചട്ടം മറികടന്ന് തന്നെയാണല്ലേ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിയെയും ഒക്കെ പ്രമോദ് വിമർശിക്കുന്നത്. കാരണം പ്രമോദ് ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനാണ്, VSSC ഉദ്യോഗസ്ഥനാണ്. എന്നിട്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം അപഹാസ്യമായ രീതിയിലുള്ള പ്രസ്താവനകൾ ഇങ്ങനെ സമൂഹ മാധ്യമത്തിലടക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി, ഏറ്റവും നീചവും നിന്ദ്യവുമായ രീതിയിൽ പദപ്രയോഗങ്ങളിലൂടെ ഭാരതാംബയെ അവഹേളിക്കുന്ന ആ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. സമാനമായ രീതിയിൽ നേരത്തെയും ഇത് ഒരു ആദ്യമല്ല, ഇതിനു മുമ്പും ഈ പ്രമോദിൻ്റെ ഭാഗത്തുനിന്ന് നിരവധി തവണ ഈ സമാനമായ രീതിയിൽ രാജ്യവിരുദ്ധ പരാമർശം, കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള പരാമർശം, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കേന്ദ്ര സർക്കാരിലെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു കൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ വിമർശിക്കുകയും ചട്ടങ്ങൾ മറികടന്നുകൊണ്ട് ഉള്ള പരാമർശങ്ങൾ നടത്തുകയും ഒക്കെ പലതവണ ചെയ്തിട്ടുണ്ട്. ഇടത് സംഘടനയുടെ നേതാവ് എന്ന നിലയിലാണ്, സജീവ പ്രവർത്തകരാണ്. ഇടത് തൊഴിലാളി സംഘടനയുടെ, സർവീസ് സംഘടനയുടെ സജീവ പ്രവർത്തകനാണ് പ്രമോദ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബലത്തിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഈ നിരന്തരം ഇങ്ങനെ പോസ്റ്റുകൾ ഇടുകയും പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും എല്ലാം അവഹേളിക്കുന്ന തരത്തിൽ പരാമർശനങ്ങൾ ഫേസ്ബുക്കിലൂടെ നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് പല സമരങ്ങൾക്കും നേതൃത്വം നൽകുകയും ഒരു ആൾ കൂടിയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും സർവീസ് സംഘടനകളുടെ ഭാഗത്തുനിന്നും എല്ലാം നിൽക്കുന്ന, അങ്ങനെ ഇടത് സർവീസ് സംഘടനകളുടെ ഒരു സജീവ പ്രവർത്തകനാണ് ഈ പ്രമോദ് എന്ന് പറയുന്ന VSSCയിലെ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മൾ പറയുന്നത് ഈ അയോധ്യയിലെ രാംലല്ല ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരുന്നു. ആ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് നൽകിയ അവധിയെ വിമർശിച്ചുകൊണ്ടും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടും പ്രധാനമന്ത്രിയെ ഏറ്റവും നിന്ദ്യമായി വിമർശിച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിരവധി തവണ, ഇതൊരു തവണയല്ല പലതവണ ഈ പ്രമോദിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ആരും അത് പരാതിപ്പെടുകയോ അല്ലെങ്കിൽ ഈ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽ വരികയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രമോദിനെതിരെ അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ മറ്റ് ആക്ഷൻ നടപടികളോ ഒന്നും ഉണ്ടാകാതിരുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും നീചമായ രീതിയിലും നിന്ദ്യമായ രീതിയിലുമാണ് അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അടക്കം ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ഒരു വികലമായ രീതിയിലെല്ലാം പോസ്റ്റുകൾ അദ്ദേഹം എഴുതുകയും ചെയ്തിരുന്നു. ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനത്തിലിരുന്നുകൊണ്ട് കേന്ദ്ര സർവീസിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ആ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പാലിക്കേണ്ട ചട്ടങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ ചില മാന്യതകളുണ്ട്. ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ അഴിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതും ഒരു പൊതുമാധ്യമത്തിലൂടെ. നമുക്കറിയാം, ഈ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ സോഷ്യൽ മീഡിയ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പരാമർശങ്ങൾ നടത്തുന്നതിനടക്കം ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കെല്ലാം വില കൽപ്പിച്ചുകൊണ്ടാണ് ഈ പ്രമോദ് ഇത്തരം പരാമർശങ്ങൾ അടിക്കടി നൽകുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ ഭാരതമാതാവിനെ ഏറ്റവും നിന്ദ്യമായ രീതിയിൽ, മോശമായ രീതിയിൽ, ദേശീയവാദികൾക്ക് ഏറ്റവും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നൽകിയത് നമ്മൾ വാർത്തയാക്കിയത്. വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള പരാതികളും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് വീണ്ടും ഇതിനു മുമ്പും പലതവണ ഈ പ്രമോദിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള രേഖകളും വിവരങ്ങളും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളടക്കം നമുക്ക് ലഭിക്കുന്നത്. ആ പ്രമോദിൻ്റെ ഈ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ ഇടത് പശ്ചാത്തലം അടക്കം അദ്ദേഹം അതിൽ കാണുന്നുണ്ട്. പല നേതാക്കന്മാരുമായി ഇരിക്കുന്നത്, അതോടൊപ്പം തന്നെ പല സമരപരിപാടികളിൽ പങ്കെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിലെല്ലാം പ്രമോദ് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു അതിതീവ്ര ഇടത് പക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട്, ഇടത് സർവീസ് സംഘടനയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും ഇതിന് ഭാരതാംബയെ പോലും നിന്ദ്യമായ രീതിയിൽ വികലമാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹത്തിനെതിരെ
യാതൊരു നടപടികളും എടുക്കുവാൻ സാധിക്കുന്നുമില്ല, അല്ലെങ്കിൽ പരാതി പോലും ആരും നൽകുന്നുമില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ഭാരതാംബ വിഷയത്തിലുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ പ്രമോദിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അച്ചടക്ക നടപടി വേണമെന്നൊരു ആവശ്യം വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു പദപ്രയോഗം നടത്തുന്ന ഒരാൾ സർവീസിലിരിക്കാൻ പാടില്ല എന്നടക്കമുള്ള ആവശ്യങ്ങൾ പല ഭാഗത്തു നിന്നും തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രശാന്ത്. കാരണം ഫേസ്ബുക്കിലൂടെ ഭാരതാംബയെ അധിക്ഷേപിക്കുക മാത്രമല്ല, മുൻപുള്ള എല്ലാ പോസ്റ്റുകളും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ഒക്കെയുള്ള വിമർശനങ്ങളും അപഹാസ്യമായ രീതിയിലുള്ള പരാമർശങ്ങളും ഒക്കെ തന്നെയായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു വകുപ്പ് തല നടപടി വേണം എന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.